So guys, Microlog is here. Welcome back to the world of tech and നമ്മൾ വീണ്ടും എത്തിക്കുന്ന പുതിയൊരു വീഡിയോയിൽ. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏകദേശം 5 ടോപ്പിക്സിനെ പറ്റിയാണ്. സോ അതിൽ ആദ്യമേ വരുന്നതാണ് പിക്സൽ AI, അത് കഴിഞ്ഞ് വരുന്നതാണ് ചാറ്റ് GPT, അത് കഴിഞ്ഞ് വരുന്നതാണ് 11 ലാബ്സ്, പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് സുനു AI, പിന്നെ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ഗൂഗിളിൻ്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ട്ബുക്സ് ബൈ LM. സോ ഇത് ഇത്രയും ഈ വെബ്സൈറ്റ്സും ഫ്രീ ആണ്. സോ ഫ്രീ ടു യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വെബ്സൈറ്റും നമുക്ക് യൂസ് ചെയ്തും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാന്നുള്ളതാണ്. സോ നമുക്ക് ഓരോരോ വെബ്സൈറ്റിലോട്ട് നോക്കാം. സോ ഗൈസ്, നമ്മുടെ ടോപ്പിക്സ് തന്നെ ഫസ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ പിക്സൽ കട്ട് AI. സോ ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ എഡിറ്റർ ആണെങ്കിൽ, നിങ്ങളൊരു ഫോട്ടോ എഡിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ 4 ഫീച്ചേഴ്സ് തന്നെ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുണ്ട്. സോ അതിലുള്ള 4 ഫീച്ചേഴ്സ് ഫ്രീ ആണ്. നമുക്ക് ഫ്രീ ടു യൂസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിൽ തന്നെ ആദ്യത്തെ ഫീച്ചറാണ് നമ്മുടെ മാജിക് റിമൂവിങ്. സോ നിങ്ങളൊരു സബ്ജക്റ്റിനകത്ത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒബ്ജക്ട്സ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, മാജിക് റിമൂവ് യൂസ് ചെയ്യാം. സോ അടുത്തത് വരുന്നതാണ് നമ്മുടെ എന്താ പറയുക, BG റിമൂവ്. BG റിമൂവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എന്തെങ്കിലും എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മുടെ ആ ഒരു ഇമേജിന് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് നമ്മുടെ സബ്ജക്റ്റ് മാത്രമായിട്ട് എന്ത് ചെയ്യുക, എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ അവിടെ വേണം നമുക്ക് പ്ലേസ് ചെയ്തോ നമുക്ക് യൂസ് ചെയ്യാൻ വരുന്നതായിരിക്കും. ആൻഡ് അടുത്തതിൽ വരുന്നതാണ് എക്സ്പാൻഡ്. നമുക്ക് ഒരു ഫോട്ടോ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പോർട്രേറ്റ് ഇമേജ് ആണെങ്കിൽ അതിപ്പോൾ എനിക്ക് ലാൻഡ്സ്കേപ്പിലോട്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ്സ്കേപ്പിലോട്ട് മാറ്റാം. സോ നമ്മുടെ ആ ക്വാളിറ്റി ലോസ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്കിയുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുന്നതായിരിക്കും. സോ അടുത്തതിൽ വരുന്നതാണ് ഇമേജ് അപ്പ് സ്കെയിൽ. നമ്മുടെ ഒരു ഇമേജ് ഉണ്ട്, ആ ഇമേജ് ഒരു ലോ ക്വാളിറ്റിയാണ്. നമുക്ക് അത്യാവശ്യം നമുക്ക് ആ ലോ ക്വാളിറ്റി കൊണ്ട് നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാനും പറ്റില്ല. സോ നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടി അപ്സ്കെയിൽ ചെയ്തോണ്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇമേജ് അപ്സ്കെയിലർ യൂസ് ചെയ്യാം. അതിനോട് നമ്മൾ എന്ത് ചെയ്യാം, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തോ നമുക്ക് ഫയൽസ് കയറി അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നേരെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അപ്സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. സോ ഇതൊക്കെയാണ് നമ്മുടെ പിക്സൽ കട്ട്. സോ നമുക്ക് അടുത്തിലോട്ട് കിടക്കാം. സോ അടുത്തായിട്ട് വരുന്നതാണ് നമ്മുടെ ചാറ്റ് GPT. സോ ചാറ്റ് GPT എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒട്ടുമിക്ക പേരും ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്, നമ്മളെ ഗിബ്ലി എഫക്ട്. സോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാറ്റ് GPT തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒട്ടനവധി ഇമേജ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും അറിയാത്ത കുറേ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചാറ്റ് GPTയിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നമുക്ക് ചാറ്റ് GPT ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് ഒന്നാമത്തെയാണ് നമുക്ക് വരുന്നത് നമ്മുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടുമിക്ക പേർക്ക് അറിയാവുന്നതാണ്. നമ്മുടെ വാട്സപ്പിൽ നമ്മൾ കോൺവെർസേഷൻ ചെയ്യൂലേ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് GPTയോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺവെർസേഷനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ പറ്റും. സോ നമുക്ക് റിപ്ലൈസും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് അടുത്തായിട്ട് വരുന്നതാണ് നമുക്ക് ഇപ്പോൾ ഒരു കോഡിങ് ഒരു ആൾക്കാരാണ്, നിങ്ങൾക്ക് കോഡിങ് കുറച്ചും കൂടി എന്താ പറയുക ബെറ്റർ ആക്കണം, നിങ്ങൾക്ക് കോഡിങ് ചെയ്ത് ഒരുപാട് ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ചാറ്റ് GPT തന്നെ. നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ കോഡിങ്ങിനുള്ള ആ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് അതിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് ആ കോഡ് വേണ്ടത്, ആ കോഡ് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ചാറ്റ് GPT. ഇനിയും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ക്യാപ്ഷൻ ജനറേറ്റ്. അതുപോലെ തന്നെ ക്യാപ്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഒത്തിരി പേര് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ഷന് വേണ്ടി അലഞ്ഞിരിഞ്ഞിടക്കുകയാണ്, കാരണം അവർക്ക് ഒരു ക്യാപ്ഷൻസും കിട്ടാനായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതിന് വേണ്ടിയുള്ള ക്യാപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ എന്താണ് ഇമേജ് എൻഹാൻസ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഇമേജ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇമേജിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാം, അപ്സ്കെയിൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു പിക്സൽ നമ്മൾ നേരത്തെ പറഞ്ഞ പിക്സൽ AI പോലത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മുടെ ചാറ്റ് GPT ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഗൈസ്, നമുക്ക് അടുത്തിലോട്ട് കിടക്കാം. സോ ഗൈസ്, അടുത്തിട്ട് വന്നൊക്കെയാണ് നമ്മുടെ 11 ലാബ്സ്. സോ 11 ലാബ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഓഡിയോ എഡിറ്റിംഗ് ആപ്പാണ്, അല്ലെങ്കിൽ ഒരു ഓഡിയോ എഡിറ്റിംഗ് വെബ്സൈറ്റ് ആണെന്ന് തന്നെ പറയാം. സോ ഈ ഓഡിയോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഡിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം 11 ലാബ്സ്. സോ 11 ലാബ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിയൽ ടൈം വോയിസിനെ നമ്മുടെ വോയിസിനെ തന്നെ എന്ത് ചെയ്യും, AI മാറ്റും. സോ നമുക്ക് ആ AI മാറ്റുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയസിലോട്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഫീച്ചറാണ്, ഇതാണ് കുറച്ചും കൂടി എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നൊരു ഫീച്ചേഴ്സ്. ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലൊരു ടെക്സ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഈ ഒരു സ്ക്രിപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്കൊരു വോയിസിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റണം വിത്ത് ഹെൽപ്പ് ഓഫ് AI. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു 11 ലാബ്സിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോയിസിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ 11 ലാബ്സ്. സോ അടുത്തതിലോട്ട് കിടക്കാം. സോ ഗൈസ്, അടുത്തതിൽ വരുന്നതാണ് നമ്മുടെ സുനു AI. സോ സുനു AI എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ 11 ലാബ്സ് ഇല്ലേ, ആ 11 ലാബ്സ് പോലെ തന്നെ ഒരു ഓഡിയോ എഡിറ്റിംഗ് ടൂളാണ് ഇതും. സോ ഇതിന് പ്രത്യേകിച്ചുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ല പാടായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓഡിയോ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക പറയും, ഇമ്പോർട്ട് ചെയ്യുക, നമ്മൾ എഡിറ്റിങ്ങിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു പേടിയായിരിക്കും നമുക്ക് ഓരോ അടുത്തു നിന്നും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഓഡിയോയും ഇടാനായിരിക്കും. സോ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓഡിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഈ സുനോ എ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യും. സോ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ടുള്ള മ്യൂസിക്സ് അല്ലെങ്കിൽ കസ്റ്റമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സുനോ എ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല ഇതൊരു എ കൂടി ജനറേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമായിട്ടുള്ള ഓഡിയോസ് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയോയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനും പറ്റുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ സുനോ എയിലുള്ളത്. സോ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. സോ അടുത്തതിൽ വരുന്നത് നമ്മുടെ നോട്ട്ബുക്സ് ബൈ എല്ലാം. സോ ഇതൊരു ഗൂഗിളിൻ്റെ തന്നെ എന്താ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രസ്റ്റ്ഫുള്ളി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് മാത്രമല്ല ഇതിനെ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പിക് വന്നിട്ടുണ്ട്. ആ ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് സമ്മറൈസ് ചെയ്ത് തരും. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. സോ ഇത് നമുക്കൊരു സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താ പറയുക, നോട്ട് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ, നോട്ടിൻ്റെ മെറ്റീരിയൽസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. സോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നേരെ എന്ത് ചെയ്യും, ഒരു ഹെൽപ്പോടെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഒരു സമ്മറൈസ് ആയിട്ടുള്ള സംഭവം കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഓരോ സ്റ്റഡീസൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്റ്റുഡൻസിന് വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് തന്നെയാണ് ഇത്. അത് മാത്രമല്ല ഇതിനകത്തൊരു പോഡ്കാസ്റ്റ് പോലെ ഇത് ക്രിയേറ്റ് ചെയ്ത് തരും, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും. സോ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സമ്മറൈസ് ആയിട്ടുള്ള കാര്യം എന്ത് ചെയ്യുക, നമുക്ക് ഇട്ട് കൊടുത്താലും അതുപോലെ തന്നെ ഈ സ്റ്റോറി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സമ്മറൈസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാനും നമുക്ക് എവിടെ നിന്നായാലും നമുക്ക് എന്തായാലും കേൾക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. അതൊക്കെയാണ് നോട്ടിഫൈ എല്ലാം എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിലുള്ളത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഇത്രയാണ് നമ്മൾ നോട്ടിഫൈ 11 ഉള്ളത്. സോ ഫൈനലി നമ്മൾ കൺക്ലൂഷനോടെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ കഷ്ണങ്ങളോടൊപ്പം ഇറ്റ്സ് മീ അഭിനവ് പ്രവീൺ signing off. Bye guys.